എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയിൽ ബലം അവൻ തകർത്തല്ലോ, തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപയൊന്നെന്നാശ്രയമായി ഹല്ലേലൂയ, കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. കൃപയൊന്നെന്നാശ്രയമായി ഹല്ലേലൂയ, കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. മനുഷ്യ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ രണ്ട് കാര്യങ്ങളാണ് ഉറപ്പും ധൈര്യവും. ജീവിത വിജയം നേടണം എന്നാഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടുന്നതായ രണ്ട് ഗുണങ്ങളാണ് ഈ ഉറപ്പും ധൈര്യവും എന്നുള്ളത്. തിരുവെഴുത്തിലും നമുക്കിത് തന്നെ കാണുവാൻ സാധിക്കും. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം യോശുവയോട് പറയുന്നതായ കാര്യം ഇതുതന്നെയാണ്. 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്നാണ്. 7-ാം വാക്യത്തിലും ഇത് തന്നെ നാം കാണുന്നുണ്ട്, നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രമിരിക്കുക. ദൈവവചനം നമ്മെ അനുശാസിക്കുന്നതും അതുതന്നെയാണ്. നാം എല്ലാ സമയത്തും നല്ല ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ ഉറപ്പും ധൈര്യവും എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായ വസ്തുതയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളാണ് ഉള്ളത് എന്ന് കാണുവാൻ സാധിക്കും. ഒരാളുടെ സ്വഭാവമായിരിക്കുകയില്ല മറ്റൊരാളുടെ സ്വഭാവം. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുള്ള ആളുകളായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്, ഒരു ശുഭപ്രതീക്ഷയുണ്ട്. ഏതൊരു കാര്യത്തോട് അവർ സമീപിക്കുന്നുവോ അപ്പോഴൊക്കെ അവർ അതിനെ ഒരു പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അവരുടെ ശ്രദ്ധയിലേക്ക് വരുന്നു. ഒരു പോസിറ്റീവ് വൈബ്സ് അവർക്കുണ്ടാകുന്നു. അങ്ങനെ ഏതൊരു കാര്യത്തിൻ്റെയും ഒരു ശുഭകരമായ വശമാണ് അവരുടെ ശ്രദ്ധയിലേക്ക് ആദ്യം വരുന്നത്. അതുകൊണ്ട് അവർ അതിനെ സാവധാനത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കും. അതിലെ ശുഭകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഒരു പോസിറ്റീവ് വൈബ്സ് ഉള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം പ്രസന്നമായിരിക്കും എന്നുള്ളതൊരു പ്രത്യേകതയാണ്. കാരണം അവരുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിലും അതിലെ ശുഭകരമായ കാര്യങ്ങളാണ് അവരുടെ മനസ്സ് നിറയുള്ളത്. എന്ന് വെച്ചാൽ അതിൻ്റെ മറുവശം അവർ ചിന്തിക്കുന്നേ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതിലെ ശുഭകരമായ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ഒരു വാഞ്ച അവർക്കുണ്ടാകുന്നു. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കണം എന്നുള്ളതായ ഒരു മാനസിക നില അവരെ ഭരിക്കുന്നത് കൊണ്ട് എപ്പോഴും അവർക്കൊരു പോസിറ്റീവ് വൈബ്സ് ഉണ്ടായിരിക്കും. അവരുടെ ജീവിതത്തിൽ എപ്പോഴും ശുഭകരമായ സന്തോഷകരമായ അനുഭവങ്ങളെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് വാസ്തവത്തിൽ അവരുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അസാധ്യം എന്ന് തോന്നാവുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ സാധ്യതയിലൂടെ സാധ്യതകളെ കണ്ടെത്തുവാൻ അവർ ശ്രമിക്കുന്നു. നെപ്പോളിയൻ പറഞ്ഞതുപോലെ അസാധ്യമായി ഒന്നുമില്ല എന്ന് അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് ഒറ്റനോട്ടത്തിൽ അസാധ്യമെന്ന് തോന്നാവുന്ന കാര്യങ്ങളിൽ പോലും സാധ്യതകൾ കണ്ടെത്തുവാൻ ഒരു പോസിറ്റീവ് വൈബ്സ് ഉള്ള ആളിന് സാധിക്കും എന്നുള്ളത് തീർച്ചയായും നാം അംഗീകരിക്കേണ്ടുന്നതായ ഒരു വസ്തുതയാണ്. അതേസമയം
ചില ആളുകളെ സംബന്ധിച്ച് അവർക്കെപ്പോഴും ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എല്ലാറ്റിലും അവർ കാണുന്നത് അസാധ്യതകൾ മാത്രമാണ്. എല്ലാ കാര്യങ്ങളോടും അവർ സമീപിക്കുന്നത് അതിൻ്റെ ദോഷവശങ്ങൾ മാത്രം കണ്ടുകൊണ്ടാണ്. എന്തു കേട്ടാലും എന്ത് കണ്ടാലും അതിലെ ദോഷം മാത്രമേ അവരുടെ മുൻപിലേക്ക് വരികയുള്ളൂ. അവരെ നാം ദോഷൈക ദൃക്കുകൾ എന്നാണ് മലയാള ഭാഷയിൽ സംബോധന ചെയ്യാറുള്ളത്. ഏതൊരു കാര്യത്തിലും ദോഷം മാത്രം കാണാൻ ശ്രമിക്കുന്ന ആളുകൾ. അവരുടെ മുഖം പ്രസന്നമായിരിക്കണമെന്നില്ല, എല്ലാ സമയത്തും അവരുടെ മുഖം മ്ലാനമായിരിക്കാനാണ് സാധ്യത. കാരണം അവരെപ്പോഴും കാണുന്നത് ദോഷം മാത്രമാണ്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ തന്നെ ഒരു സന്തോഷമില്ലാത്ത അനുഭവമാണ് സാധാരണയായി കണ്ടുവരുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മോട് പറയുന്നത് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്നാണ്. ഒരു പോസിറ്റീവ് വൈബ്സ് എല്ലാ സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നാം എല്ലാ സമയത്തും നിരാശരായി പോകുവാനല്ല ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് അസാധ്യതകളെ അല്ല നാം കാണുന്നത്, ആ അസാധ്യതകളുടെ മധ്യത്തിൽ ദൈവം നമുക്ക് ചെയ്തു തരുന്നതായ സാധ്യതകളെയാണ്. അതാണ് വാസ്തവത്തിൽ നമ്മെ ഒരു പോസിറ്റീവ് നിലയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരുന്നത്. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ, കഷ്ടതയിലും പാടുവാൻ നമുക്ക് സാധിക്കുന്നതിൻ്റെ കാരണം ആ ഒരു വലിയ ചിന്താഗതി തന്നെയാണ്. അതുകൊണ്ട് യോശുവയോട് ദൈവം പറയുന്നത് പോലെ ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. എന്താണ് നമുക്കുള്ളതായ ഉറപ്പ്? ദൈവവചനം നമുക്ക് നൽകുന്നതായ ഉറപ്പാണ് യഥാർത്ഥത്തിലുള്ളതായ ജീവിത വിജയം എന്ന് പറയുന്നത്. ദൈവഹിതമനുസരിച്ച് നാം ജീവിക്കുമ്പോൾ ദൈവവചനം നമ്മോട് പറയുകയാണ്, കർത്താവ് നമ്മോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അത് വലിയൊരു ഉറപ്പാണ്. ആ ഉറപ്പുള്ളത് കൊണ്ട് തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അനേക അസാധ്യതകളുടെ മുൻപാകെ സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നു. പലതിൻ്റെയും മുൻപാകെ നാം നിരാശരായി തീരാറുണ്ട്. ഇനിയും അത് അസാധ്യമാണ് എന്ന് വിചാരിച്ച് നാം തള്ളിക്കളയാറുണ്ട്. ഞാൻ ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട്. പല പ്രാവശ്യം യുദ്ധത്തിൽ പരാജയപ്പെട്ട ഒരു രാജാവ് അവസാനമായി താൻ നടത്തിയ യുദ്ധത്തിൽ പരാജിതനായി തീർന്ന് താനും കൂടെയുള്ള പടയാളികളും ഒരു ഗുഹയിൽ കടന്ന് ഒളിച്ചിരിക്കുന്നതായ സമയം ഒരുപാട് പടയാളികൾ നഷ്ടപ്പെട്ടു. താൻ വല്ലാതെ നിരാശനായി ആ ഗുഹയിൽ ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ്. അങ്ങനെ താൻ ചിന്താധീനനായി കിടക്കുമ്പോൾ, നിരാശനായി കിടക്കുമ്പോൾ താൻ ഒരു കാഴ്ച കണ്ടു. ഒരു ചെറിയ ചിലന്തി ആ ഗുഹയുടെ ഒരു ഭാഗത്തെ ഭിത്തിയിലൂടെ വളരെ സാവധാനം പിടിച്ചു കയറി മുകളിലേക്ക് ചെന്നിട്ട് അത് മറുഭാഗത്തേക്ക് എടുത്തു ചാടുകയാണ്. അതിൻ്റെ വല കെട്ടുന്നതിന് വേണ്ടിയുള്ളതായ ഒരു ശ്രമമാണ്. അങ്ങനെ ഒരു തവണ ചാടി, മറുഭാഗത്തെത്തിയില്ല, അത് തറയിൽ വീണു. വീണ് കഴിഞ്ഞ് ആ ചിലന്തി വീണ്ടും പതിയെ നടന്ന് പഴയ സ്ഥാനത്തുകൂടെ മുകളിലേക്ക് കയറി വീണ്ടും ചാടി നോക്കി, എത്തിയില്ല. വീണ്ടും അത് താഴെ വീണു. അങ്ങനെ പല പ്രാവശ്യം ഈ ഭിത്തിയിലൂടെ കയറി ഈ ചിലന്തി താഴെ വീണു. എന്നിട്ടും അതിൻ്റെ ശ്രമം അത് അവസാനിപ്പിച്ചില്ല. 6ാം തവണ ഈ ചിലന്തി വീണ്ടും ആ ഭിത്തിയിലൂടെ പിടിച്ചു കയറി പഴയ സ്ഥാനത്ത് വന്ന് എടുത്തു ചാടി. ഈ പ്രാവശ്യം മറുഭാഗത്തുള്ളതായ ഭിത്തിയിൽ അതിന് പിടുത്തം കിട്ടി. ആ ഒറ്റ ചാട്ടത്തിലൂടെ 1ാമത്തെ നൂല് അത് കെട്ടി ഉറപ്പിച്ചു. ആ 1ാമത്തെ ഇഴ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് വളരെ പെട്ടെന്നാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത്. വളരെ സ്പീഡിൽ ബാക്കിയുള്ളതായ ഇഴകൾ നെയ്തു ചേർത്ത് ഏതാനും ചില മിനിറ്റുകൾ കൊണ്ട് മനോഹരമായ ഒരു ചിലന്തി വല അവിടെ നിർമ്മിച്ചെടുക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവിന് വളരെ പെട്ടെന്ന് ബുദ്ധി ഉദിച്ചു. അദ്ദേഹം ചാടി എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വലിയ പോസിറ്റീവ് എനർജി ഉണ്ടാവുകയാണ്. അദ്ദേഹം വിചാരിക്കുകയാണ്, 6ാം തവണ ചാടിയ ഈ ചിലന്തിയെപ്പോലെ എനിക്ക് ഒരുപാട് പരിശീലനം കിട്ടിക്കഴിഞ്ഞു. വളരെയധികം പ്രാവശ്യം ഞാൻ യുദ്ധം ചെയ്തു. മറ്റുള്ള ഏതൊരു രാജാവിനും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിശീലനം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എനിക്കറിയാം എങ്ങനെയാണ് ഞാൻ പരാജിതനാകുന്നത്, എന്ത് ചെയ്താൽ ഞാൻ ജയിക്കും. ആ രാജാവ് പടയാളികളെയും കൊണ്ട് വളരെ പെട്ടെന്ന് യുദ്ധത്തിനായി പോവുകയും താൻ വിജയിക്കുകയും ചെയ്തു എന്നാണ് ആ കഥ പറയുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം നിരാശരായി തീരുന്നതിൻ്റെ കാരണം ഒരു വലിയ നെഗറ്റീവ് വൈബ്സ് നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 58-ാം വാക്യം: ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ,
നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. നാം ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിക്കണം. ദൈവവചനത്തിൽ നല്ല ഉറപ്പുള്ളവരായി ദൈവം നൽകിയിട്ടുള്ളതായ വാഗ്ദത്തങ്ങളിൽ നല്ല ഉറപ്പും നല്ല വിശ്വാസമുള്ളവരായി നാം മാറേണ്ടത് ആവശ്യമാണ്. എന്നാൽ പല വിശ്വാസികളെ സംബന്ധിച്ച് നോക്കുമ്പോഴും അവർക്ക് ദൈവം നൽകിയിട്ടുള്ളതായ വാഗ്ദത്തങ്ങളിൽ നല്ല ഉറപ്പില്ലാത്തവരാണ്. കർത്താവ് കൂടെയുണ്ട് എന്നുള്ളത് പൂർണ്ണമായി അങ്ങോട്ട് വിശ്വസിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർക്ക് പലപ്പോഴും പല അഭിപ്രായങ്ങളാണ്. ഏകാഭിപ്രായത്തിലേക്ക് വരുവാൻ അവർക്ക് സാധിക്കുന്നില്ല. യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് നാം ഇരുമനസ്സുള്ളവരായി അസ്ഥിരരായി പോകുവാനല്ല ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവവചനം നമുക്ക് നൽകുന്നതായ ഏറ്റവും വിലയേറിയതായ വാഗ്ദത്തങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കർത്താവ് നമ്മോട് തിരുവായി മൊഴിഞ്ഞിട്ടുള്ളതായ വിലയേറിയ വാഗ്ദത്തങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ വാഗ്ദത്തങ്ങളിൽ നല്ല ഉറപ്പും ധൈര്യവുമുള്ളവരായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം ആ ദൈവവചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതായ വലിയ ഉറപ്പും നാം ചെയ്യുന്നതായ കാര്യങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യവും സഹായവുമുണ്ട് എന്നുള്ളതായ ധൈര്യവും ദാവീദ് രാജാവ് പറയുന്ന പോലെ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്നിത്യാദി വാക്കുകളിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ധൈര്യവും ഉറപ്പും നമ്മെ മുൻപോട്ട് നയിക്കുവാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം ഈ വചനം നമുക്ക് ആവശ്യമായ ധൈര്യം നൽകി നമ്മെ ഉണർത്തട്ടെ, നമ്മെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നതായ ഉറപ്പിനും ധൈര്യത്തിനുമായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, യോശുവയോട് പറഞ്ഞതുപോലെ നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക എന്നരുളി ചെയ്തതുപോലെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ വചനത്തിലുള്ളതായ ഉറപ്പും ധൈര്യവും ഉള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ പലപ്പോഴും ഞങ്ങൾ നിരാശരായി തീരാറുണ്ട്. ഞങ്ങളെ ഭയപ്പെടുത്തുന്ന, ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന, നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ കാണുമ്പോൾ പലപ്പോഴും ഞങ്ങൾ നിരാശയിൽ ആണ്ടുപോയിട്ടുണ്ട് കർത്താവെ. എന്നാൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പുള്ളവരായി ധൈര്യത്തോടുകൂടെ നിലകൊള്ളുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനത്തെ വിശ്വസിക്കുന്നതിലൂടെ ഉറപ്പ് ലഭിച്ചവരായി ധൈര്യത്തോടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് ദാനമായി നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം കർത്താവെ, ഒന്നുകൊണ്ടും ഞങ്ങൾ പതറിപ്പോകാതെ ഉറപ്പും ധൈര്യവുമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ വിലയേറിയ വാഗ്ദത്തത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ധൈര്യത്തോടെ ഞങ്ങൾ ജീവിക്കട്ടെ. കർത്താവെ, ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രതിസന്ധികളെ നേരിടുവാനുള്ള ധൈര്യവും ഉറപ്പും ബലവും എല്ലാം അവർക്ക് നൽകി അവരെ സഹായിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കിയാൽ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.